ആലപ്പുഴയിൽ ബിജെപിക്ക് വൻ നേട്ടമുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ എൻഡിഎക്ക് വേണ്ടി മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ഈഴവ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനായി സമഗ്ര വികസന രേഖ പുറത്തിറക്കിയിരിക്കുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ. സ്ത്രീകളുടെ പ്രാതിനിധ്യം, ശാക്തീകരണം, സുരക്ഷിതത്വം, തൊഴിലാളികളുടെ ആരോഗ്യം, ക്ഷേമം, സുസ്ഥിരത, ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റാൻ വ്യവസായ, ഫിഷറീസ്, ടൂറിസം, ഡിജിറ്റൽ പാർക്ക് തുടങ്ങി 44,850 കോടിയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിശ്വകർമ്മ യോജനയിലൂടെ യുവാക്കൾക്ക് സൗജന്യ കരകൗശല തൊഴിൽ പരിശീലനവും നൽകും. പണി ആയുധങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ബിസിനസ് തുടങ്ങാൻ 1 ലക്ഷം രൂപ നൽകും. ആലപ്പുഴയിൽ വയോജനങ്ങൾക്ക് കുര്യാക്കോസ് ഏലിയ സ്നേഹ കേന്ദ്രം ആരംഭിക്കും. 3 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട്, 300 ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ളം എത്തിക്കും. 1 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീനുകൾ 3 എണ്ണം തുടങ്ങുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അമ്പലപ്പുഴ, അരൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലാണ് തുടങ്ങുക. മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികളുടെ PG സ്കോളർഷിപ്പ് MPയുടെ പ്രത്യേക പദ്ധതിയിലൂടെ നടപ്പാക്കും. പില്ലിംഗ് മേഖല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കും. കയർ കശുവണ്ടി മേഖലയ്ക്ക് പദ്ധതികൾ. ആലപ്പുഴയ്ക്ക് എയിംസ്, 100 ജൻ ഔഷധി കേന്ദ്രങ്ങൾ. ആലപ്പുഴ ESI ആശുപത്രി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തും. അരൂരും കരുനാഗപ്പള്ളിയിലും കേന്ദ്രീയ വിദ്യാലയങ്ങൾ. ഹരിപ്പാട് സൈനിക സ്കൂൾ. മഹാകവി കുമാരനാശാന്റെ നാമധേയത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ഉപകേന്ദ്രം അമ്പലപ്പുഴയിൽ തുടങ്ങും. പണ്ഡിറ്റ് കറുപ്പന്റെ നാമധേയത്തിൽ ഫിനിഷിംഗ് സ്കൂളുകൾ തുടങ്ങും. ഹരിപ്പാട് NTPCയോട് ചേർന്ന ഇടത്തരം പെട്രോളിയം റിഫൈനറി സ്ഥാപിക്കാനും നടപടികളുണ്ടാകും. ആലപ്പുഴയിൽ 1,500 കോടിയുടെ വസ്ത്ര നിർമ്മാണ ടെക്സ്റ്റൈൽസ് പാർക്ക്. അരൂരിൽ 2,000 കോടിയുടെ മന്നത്ത് പത്മനാഭൻ മൾട്ടി കോംപ്ലക്സ് ഡിജിറ്റൽ പാർക്ക് സ്ഥാപിക്കും. പൂട്ടിക്കിടക്കുന്ന അരിമില്ലുകൾ തുറക്കും. കാർഷിക മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും. ദേശീയ ജലപാത വികസനം യാഥാർത്ഥ്യമാക്കും. ആലപ്പുഴയുടെ അന്താരാഷ്ട്ര ടൂറിസം ഹബ്ബാക്കും. 1,650 കോടി ചെലവിൽ ആലപ്പുഴയിലെ കനാലുകളും കായലുകളും നമാമി ഗംഗ മാതൃകയിൽ ശുചീകരിക്കും. ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീരദേശ മേഖലയുടെ വികസനത്തിന് സമഗ്ര പദ്ധതി. തോട്ടപ്പള്ളി സ്പിൽവേ ശാസ്ത്രീയമായി നവീകരിക്കും. തുടങ്ങിയ നിരവധി കർമ്മ പദ്ധതികളാണ് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയിൽ നടപ്പാക്കുമെന്നും സ്ഥാനാർത്ഥി ഉറപ്പു നൽകുന്നു. KC വേണുഗോപാൽ വിജയിച്ചാലും AM ആരിഫ് വിജയിച്ചാലും ആലപ്പുഴയ്ക്ക് എന്താണ് കിട്ടുകയെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതികൾക്കപ്പുറം ഒരു വികസനവും മണ്ഡലത്തിലില്ല. ഇവർ രണ്ടുപേരും മണ്ഡലത്തിനായി ശുഷ്കാന്തി കാണിച്ചിട്ടില്ലെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇതേസമയം മോദി സർക്കാരിന്റെ നന്മകൾ പുറത്തറിയാതിരിക്കാൻ ഇരുകൂട്ടരും ആവോളം ശ്രമിക്കുന്നുമുണ്ട്. മോദിജിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, ആലപ്പുഴയുടെ ആവശ്യങ്ങൾ നേരിട്ടറിയിക്കാൻ, ആലപ്പുഴയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അയക്കാൻ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂവെന്നും വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞു. 1/2 ഡസൻ കേന്ദ്രമന്ത്രിമാർ വന്നുപോയിട്ടും യാഥാർത്ഥ്യമാകാതിരുന്ന ആലപ്പുഴ ബൈപ്പാസ് സഫലമാക്കാൻ ഗഡ്കരി വേണ്ടിവന്നു. ഭരണകക്ഷിക്കൊപ്പം നിന്ന് കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മോദിജിയുടെ ഗ്യാരണ്ടിയായി വനിതാ കേന്ദ്രമന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നു.